എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഈ ആരാധന സമയങ്ങളിൽ ആരാധന എപ്പോൾ എവിടെ കൂടിയാലും അത് പങ്കെടുക്കുന്നവർ വിദൂരങ്ങളായിരിക്കുമ്പോൾ അവിടെ നൽകുന്ന ദർശനങ്ങളിലേക്ക് വിശ്വാസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കണ്ടുണ്ട്. അപ്പോൾ ഈ ആരാധനയെ കാണുന്ന പോലെ ഒരു പടമല്ല ശരിക്കും പറഞ്ഞാൽ. കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാട് കുർബാന ടി വിയിൽ കൂടുന്നതിനോട് സഭ എതിർപ്പാണ്. അതിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ ഷാലോമിലെ കുർബാനയുണ്ട്, അത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. കാര്യം കുർബാനയും നമ്മൾ കാണുന്നത് പടമാണ്. നമുക്കറിയാമല്ലോ, പിക്ചറിൽ എന്താ കാണുക, പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത്, പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത് ടി വിക്ക്, മറ്റേ മൊബൈൽ സ്ക്രീൻ എന്നല്ലേ പറയണത്. അപ്പം അതൊന്നും കുർബാനയല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഒരു കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് സഭ ഇത് അംഗീകരിച്ച പിക്ചർ തന്നെയാണത്, പടവാണ്, കുർബാനയല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് മൊബൈലിലെ കുർബാന. ഇപ്പോൾ അറബി നാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട്, അവർ പിന്നെ കപ്പലിൽ കരകാണാതെ 6 മാസമൊക്കെ ജീവിക്കുന്നവരുണ്ട്. ആ കുർബാന സാധ്യമില്ല അവർക്ക് ഓപ്ഷനുണ്ട്. അവർക്ക് സഭ ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ നെറ്റിലാണ് കുർബാന കൂടാൻ പറ്റണമെങ്കിൽ അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫിസിക്കലായിട്ടാണ് ഇത് എപ്പോഴും കൂറേണ്ടത്. പക്ഷേ ഈ കുർബാന നമ്മളുടെ ഈ കൃപാസനം ആരാധനയിൽ ഇതൊരു പടമല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇത് ഏത് സമയത്ത് ആൾക്കാർ കൂടുമ്പോഴും ഒരു കൊല്ലം കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലും അപ്പോൾ ഇത് 2 മാസം കഴിഞ്ഞ് കൂടിയാലും ഒക്കെ ആൾക്കാർക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വസിച്ച് അത് കൂടുന്നവർക്ക് ആ തത്സമയ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇൻ്റർകോണ്ടിനെൻ്റൊക്കെ ആൾക്കാർ തളർവാദ രോഗികൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, ദൈവം നമ്മളെ നയിക്കുകയാണ്. ഈ മരിയൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ്. നമുക്കിപ്പോൾ കാനായിലെ കല്യാണത്തിന് ഇപ്പോൾ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പരിശുദ്ധാന പറഞ്ഞില്ലേ, എന്താണ് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തെ വ്യാഖ്യാനിക്കണത് എന്താണ്, സമയം കഴിഞ്ഞിട്ടില്ലെന്നാണ്. അതാണ് സമയം കഴിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഏത് സമയത്തും അവിടെ നമുക്ക് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത്. സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്ന്. അപ്പം അമ്മ ആ ഭാഗം എടുത്തു. പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം, ഏത് സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസപ്പ് ചെയ്യാൻ പറ്റും. വചനം അഭിഷേകപൂർവ്വം വായിക്കാൻ കർത്താവ് ചോദിച്ച പോലെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ നീ അതെങ്ങനെ വായിക്കുന്നു. നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു വചനമേ ഉള്ളൂ, പക്ഷെ അവർക്ക് വായന പലതരമാണ്. കാര്യം അവിടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ളതനുസരിച്ച് അവനൊരു പ്രൈവറ്റ് വായനയുണ്ട്. അതാണ് ഈശോ ചോദിക്കുന്നത്, നീ അതെങ്ങനെ വായിക്കുന്നു. നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത്. വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ്. വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വചനമെല്ലാം അനന്തമായ പൊട്ടൻസിയാണുള്ളത്. എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടിപ്പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത് അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്ന ദൈവമേ, അവൻ വിധവയുടെ ഏക മകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശവപ്പെട്ടിയെ ഇടവഴിക്ക് തടഞ്ഞു നിർത്തിയ ദൈവമേ, നിന്റെ തടഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന, ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങനെ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ ആരാധനയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കൈകള് രണ്ട് പേരും നിങ്ങളുടെ ശിരസിൽ വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളാൽ ഇപ്പോൾ സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ഇപ്പോഴേ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. ഞങ്ങളിപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരെ മനസ്സിലോർക്കുന്നുവോ അവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ അവരെ തളിക്കണമേ. മാരക രോഗികൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തോടെ പാടണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ചെയ്യുകയല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ ഇവിടുന്ന് കർത്താവ് നിങ്ങളെ തൊട്ടിട്ട് പോകണമെന്ന്. എനിക്ക് നിർബന്ധമാണ്. ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം ഈ ധനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ്. അവർ കർത്താവിനെ തൊടണം, കർത്താവ് അവരെ തൊടണം. ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും, കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാ. അപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി, പരപിതാവ് നിന്നെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം, നീയാണ് ഞങ്ങളുടെ ഓഹരി. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി താഴെ പറയുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല, മലം പോകുന്നില്ല, ചില കുഞ്ഞുങ്ങളെ വീർത്തിരിക്കുന്നതായിട്ട് ഇപ്പോൾ ഈശോ കാണിച്ച് കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മയുടെ തോളയിൽ കിടക്കുന്ന കുഞ്ഞ്, 1 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴേ. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, നന്ദി.
ഞങ്ങളെ വ്യക്തിപരമായി കാണുന്നത് അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, അതുപോലെ ഉദരത്തിൽ സിസ്റ്റുള്ളവർ, നമുക്കറിയാമല്ലോ എത്രയോ സിസ്റ്റുകളാണ് കർത്താവ് ഓരോരുത്തരും വന്ന് സാക്ഷ്യം പറയുന്നില്ല. ഓപ്പറേഷൻ പോലും വേണ്ടാതെ സിസ്റ്റുകൾ കർത്താവ് പറഞ്ഞതാണ് സംഭവിക്കുന്നത്. കർത്താവ് മോസസിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന്. അതുപോലെ ഇന്ന് കാണുന്ന സിസ്റ്റ് നിങ്ങൾ നാളെ കാണത്തില്ല. അത് നിൻ്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഇപ്പം കർത്താവ് കാണിച്ചു തരുന്നതനുസരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം പ്രാർത്ഥിക്കണത് മനസ്സിൽ നിന്ന് എടുത്തല്ല, കർത്താവ് കാണിച്ചു തന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വാഴത്തോട്ടം, ചെറുത് വാഴത്തോട്ടമല്ല, ഒരു 10,000-10,000 വാഴകളുള്ള തോട്ടം. അതിന് രോഗങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തോട്ടക്കാരുടെ രോഗങ്ങളാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരാം, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് ഏലമാകാം, ഇഞ്ചിയാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും. നിങ്ങൾ തോട്ടവിളയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും അവിടുന്ന് എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ വില തിരിച്ചു കിട്ടാൻ വേണ്ടി കൈ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. അതായത് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട്. അവർക്ക് ഇപ്പോഴും ഒരു പാർപ്പിടം കിട്ടാത്തവരുണ്ട്. വിദേശത്ത് അകപ്പെട്ടു പോയവർ, അവരിപ്പോഴും ഒടുവിൽ താമസിക്കുന്നവരുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. കാണാതെ പോയി ജീവിത പങ്കാളിയും മക്കളുമുണ്ട്. അവിടെ കൂടെ തന്നെയാണ് മൈസൂരിലെ മണിപ്പൂരിലെ വേദനിക്കുന്ന മക്കളെ. എവിടെയെല്ലാം രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ജാതി മതഭേദമന്യേ മനുഷ്യൻ എവിടെയെല്ലാം വേദനിക്കുന്നുവോ, എവിടെയെല്ലാം കലാപങ്ങൾ അസ്വസ്ഥതകളുണ്ടാകുന്നുവോ, അവിടെ മനുഷ്യൻ്റെ ശക്തിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ഈ രാജ്യത്ത് സമാധാനം വരാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. ബൈബിളിലെ ഒരു പ്രോബ്ലം ഇതാണ്, ആൾക്കാരുടെ ഒരു ഡിസ്പോസിഷൻ അതാണ്, എനിക്ക് മെരിറ്റ് ഇല്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ അടുത്ത് കർത്താവ് പറയും, ഞാൻ മെരിറ്റ് നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ശതാധിപം വന്നിട്ട് പറയും, എനിക്ക് മെരിറ്റില്ല, നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറയും. പക്ഷേ കർത്താവ് ആ വീട്ടിൽ ചെല്ലാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തി. ദൈവ പൈതലെ, നിൻ്റെ പ്രാർത്ഥന നിൻ്റെ യോഗ്യത വെച്ചല്ല ഉടമ്പടി വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ വെച്ചാണ്. കൈ ഇട്ടിച്ച് കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലത് കരത്താൽ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ. ഈ ആഴ്ച സ്കാനിങ്ങളെ സ്പർശിക്കണമേ. ഈ ആഴ്ച റിസൾട്ട് ഡോക്ടറെ കാണിക്കേണ്ടവരെ സ്പർശിക്കണമേ. ഇയാൾക്ക് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന കർത്താവ് ഈ ആഴ്ച പ്രസവത്തിന് കുറിച്ചിരിക്കുന്നവരെ, കർത്താവ് സമയം കുറിച്ചിരിക്കുന്നവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ സുഖം പ്രാപിക്കട്ടെ. ഇവിടെ ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, നാട്ടിൽ ശ്രമിക്കുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് ഫ്ലോപ്പായിട്ട് വന്നവർ, ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പല മനസ്സിൽ കുഴങ്ങുന്നവർ, എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഞാൻ പിടിപ്പിക്കുകയാണ്. നിങ്ങളെ വിശ്വസിക്കുക. അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഈശോൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളെ സന്ധിക്കും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ തന്നെ മനസ്സിൽ പറയുക, ഞാൻ സാക്ഷ്യം പറയും. അമ്മ എന്നെ സന്ധിക്കുന്ന ദിവസം ചിലൊക്കെ വന്ന് പറയുന്നതാണ്, ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല, നേരെ അമ്മയടുത്ത് വന്ന് പറഞ്ഞിട്ട് ബാക്കിയോട് പറയാമെന്ന് വിചാരിച്ചു.
അത്രയും ദൈവം തന്നെ നേരിട്ട് വരികയാണ്. അപ്പം നിങ്ങൾ എവിടെയെല്ലാം ലോകത്തെവിടെയെല്ലാം ആയാലും, ഏത് രാജ്യത്തായാലും, ഇന്ത്യയിലായാലും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി കഴിയാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിലൂടെ ഇങ്ങനെ സ്വന്തം സാമ്പത്തിക മേഖലകളിൽ ജപ്തി വരാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്ഥലം നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട് സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പലതരത്തിൽ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പോസ്കോ കേസ് ഉൾപ്പെടെ, വിവാഹമോചന കേസ് ഉൾപ്പെടെ, വസ്തു കേസ് ഉൾപ്പെടെ, സർവീസ് പ്രോബ്ലംസ് ഉള്ളവരെ, കള്ളക്കേസ് അകപ്പെട്ടവരെ, സർവീസ് നഷ്ടപ്പെടുത്തിയവരെ എല്ലാം കണ്ണുനീരാം കർത്താവിൻ്റെ നാമത്തിൽ, അപമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ ഏറ്റെടുക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക, മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. അച്ഛൻ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുസന്നിധിയിൽ നിൻ്റെ വിഷയങ്ങൾ കണ്ണുനീരോടെ മൗനമായി സമർപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.